നമസ്കാരം, എല്ലാവർക്കും കാരിക്കേച്ചറിലേക്ക് സ്വാഗതം. വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാ പറയാ? നോക്കി, ഇങ്ങനാണോ പറയാ? നിങ്ങളിത് മാറ്റാതെ എനിക്ക് ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഗോവിന്ദേട്ടാ, എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? പാലക്കാട് മലമ്പുഴയിൽ ഇന്ന് വീണ്ടും ഒരു RSS പ്രവർത്തകനെ SDPI ക്രിമിനൽ സംഘം അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുക. എന്താ ഒരു ആക്ടിങ്! ഏതായാലും ഇങ്ങനൊക്കെ പറയാൻ ഇങ്ങക്ക് തന്നെ പറ്റുള്ളൂ. പിന്നെ വേറൊരാളുണ്ട്, തൊള്ള തുറന്ന മണ്ടത്തരന്നെ. And they paid a price, of course. वो आज़ादी नहीं थी, वो भीख थी, और जो आज़ादी मिली है वो 2014 में मिली है. സ്വാതന്ത്ര്യം കിട്ടിയത് 2014 പോലും. സകലകലാവല്ലഭൻ. പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. അത് ശരി, അതെങ്ങനെ ശരിയാവും? അപ്പൊ അന്ന് ഗാന്ധിജിയും ടീമും ബാക്കിയുള്ളവരൊക്കെ മെനക്കെട്ടത് വെറുതെ ആയോ? ആ സമരമൊക്കെ അപ്പൊ എന്തായിരുന്നു? ഓലൊക്കെ വെറുതെ സമയം കളഞ്ഞു അല്ലേ? ഇവിടെ ഒരാൾ കയ്യിൽ എന്തോ പിടിച്ചു നിൽക്കാണ്, മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല. പാർട്ടി സഹയാത്രികർക്കൊക്കെ നൽകിക്കൊണ്ടിരുന്ന അത്ര പ്രധാനപ്പെട്ടതെന്ന് കരുതാനാവാത്ത പദവിയാണ് പി ജയരാജനെ പോലൊരു മുതിർന്ന നേതാവിന് പദവി നൽകുന്നു. അതെങ്ങനെ തെളിച്ചുണ്ടാവാനാണ്? ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ആക്കി മൂപ്പർ അങ്ങോട്ട് ഒതുക്കിയില്ലേ? എന്നാലും ആ പ്രായെങ്കിലും ഒന്ന് പരിഗണിക്കുന്നു. കുട്ടികളൊക്കെ നല്ലോണം പഠിക്കണം എന്നാണല്ലോ ഇപ്പൊ ശരിയാക്കി തരാന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അങ്ങനെ എല്ലാ ക്ലാസ്സുകാരും സ്കൂൾ പോകാൻ തുടങ്ങി. നിങ്ങൾ ഇതന്നെ പറഞ്ഞ് അവിടെ കുത്തിരുന്നോളി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. ലോക്ക്ഡൌൺ ചൊറകളൊക്കെ കഴിഞ്ഞ് കല്യാണം കളിയാട്ടവും കൂടാൻ പൂതി വെച്ച് നടക്കാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾ പറയും, ഒരു കല്യാണം കൂടുന്നത് ഇത്ര വലിയ തെറ്റാണോ? എന്നാലും നിങ്ങളൊരു മന്ത്രിയല്ലേ, കുറച്ചൊന്ന് കരുതണ്ടേ? ഒരു സഹകരണ ബാങ്ക് കേസ് പ്രതിന്റെ വീട്ടിലെ കല്യാണം എന്നൊക്കെ പറയുമ്പോ കരുതന്നെ വേണം. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്താപ്പ അത്? കോഴിയോ അല്ല മയിലാന്ന്? പടച്ചോന് മയില്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം. ആദ്യം ഇതുണ്ടല്ലോ, ഇതിനെ നമുക്ക് നേരെയാക്കി ഇതിന്റെ തൊപ്പിയൊക്കെ പറിക്കണം. എന്താ ഓൻ പറയണേ? കറി വെക്കേ മയിലിനെ? എന്ത് വർത്താനവും പറയണേ? അത് നമ്മളെ ദേശീയ പക്ഷിയല്ലേ? ഇത് കേട്ടിട്ട് ശശികല ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാതിരി പോക്ക് പോവുകയാണെങ്കിൽ ഇജൊക്കെ മനുഷ്യനെ തന്നെ തിന്നല്ലോടാ എന്നാണ് ഓല് പറയണത്. ഒരു മിണ്ടാപ്രാണി ആർക്കും എന്ത് ചെയ്യാന്നാണോ? ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ സഹിക്കും, പക്ഷെ ഒരു മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ സഹിക്കില്ല. നിക്ക് ദേശീയതയുടെ പേരിൽ ചോര തിളക്കാൻ വരട്ടെ. ഇപ്പൊ നിങ്ങള് വിചാരിക്കണ്ടാവും അല്ലേ, നമ്മളീ മയിലുമായി കറി വെക്കാൻ പോണെന്ന്. ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. ഇതിന് ചന്തകടകൾ ചെയ്യാൻ തോന്നും. അപ്പൊ നമ്മുടെ നൗഫലൊക്കെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോണത്. അത് കോഴി തന്നെ ആയിരുന്നു എന്നാണല്ലോ മൂപ്പര് പറഞ്ഞത്. മയിലോ കോഴിയോ പോലെ എന്തേലും കറി വെക്കട്ടെ, എന്നാ നമ്മളങ്ങോട്ട്